ഇന്ന് ചെറിയ കുട്ടികൾക്ക് 1.5 വയസ്സുള്ള കുട്ടികൾ ചിരിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ കൊടുത്താൽ മതി. 1.5 വയസ്സുള്ള കുട്ടി കരയണം എന്നുണ്ടെങ്കിൽ മൊബൈൽ കണ്ട് വാങ്ങിയാൽ മതി. അത്രത്തോളം 1.5 വയസ്സുകാരന് പോലും ഇങ്ങനെ ഇരിപ്പിൽ ഇങ്ങനെ മൊബൈൽ നോക്കുമ്പോൾ മലന്ന് വീഴുന്ന കുട്ടികൾ അന്നത്തെ കാലത്തുള്ളത്. അത്ര പ്രായ കുട്ടിക്കായിട്ടുള്ളൂ. തന്നെയല്ല, ഈ ചെറിയ മക്കളുടെ അവയവങ്ങൾ വളർന്നുകൊണ്ടിരിക്കാൻ അത് വളരെ എളമയുള്ളതാണ്. അതതിൻ്റെ ഡെപ്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ചെറിയ കുട്ടികളുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത് വളരെ സെൻസിറ്റീവാണ്. അതിലേക്ക് ഇതിൻ്റെ പ്രകാശരശ്മികൾ ഇങ്ങനെ അടിക്കടി കയറിക്കൊണ്ടിരിക്കുന്നത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പോലും കുട്ടികൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രമേ നെറ്റിലിരിക്കാവൂ എന്ന ഭാഗങ്ങളുണ്ട്. നമുക്കിതൊന്നും അറിയാത്തത് കൊണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കലും അങ്ങനെ തന്നെയാണല്ലോ, നമുക്കൊന്നും അറിയില്ലല്ലോ. കാരണം ഇറച്ചിയും മീനും അതേപോലെ തന്നെ ആട്ടിറച്ചിയും എല്ലാം കൂടി ഉണ്ടായാൽ എല്ലായിടത്തും കഴിക്കണ ഏക കൂട്ടർ നമ്മൾ മലയാളികൾ മാത്രമായിരിക്കും. വേറെ നമ്മൾ തുർക്കിയിൽ പോയാലോ വേറെ ഏത് രാജ്യത്ത് പോയാലും കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് വെക്കുക. എന്ന് വെച്ചാൽ ഇലകൾ ഒരു ഭാഗത്തുണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് പയറുവർഗ്ഗങ്ങൾ കടലവർഗ്ഗങ്ങൾ ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് ഈ മുട്ട പോലെയുള്ള പ്രോട്ടീനുള്ള സാധനങ്ങൾ ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് റൈസ് ഉണ്ടാകും. ഞാൻ നമ്മുടെ സാദിഖ് അലി തങ്ങളെല്ലാവരും കൂടി തുർക്കിയിലേക്ക് ഒരു യാത്ര പോയപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്, ഒരു 10-50 ആൾക്കാരുണ്ട്. ഒന്നിച്ച് ഹോട്ടലിലേക്കാണ്ട് കയറി. അപ്പോൾ എവിടെയൊക്കെ പോയിട്ട് വിശന്നിട്ടാണ് ഈ കയറുന്നത്. വിശന്നിട്ട് കയറി അവിടെ ഹോട്ടലിൽ ഭക്ഷണം ബുക്ക് ചെയ്തതാണ്. ആ സമയത്ത് എല്ലാവരും കൂടി കയറിയിട്ട് ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ കൂട്ടിയതുപോലെ എടുക്കുന്നുണ്ട്. അവിടെ ആകെ ഒരൊറ്റ കയ്യിലേ ചോറ് എടുക്കാൻ പാടുള്ളൂ. അതാണ് അവിടുത്തെ നിയമം. കാരണം അത്ര ചോറ് അവിടെ ഉള്ളവർ കഴിക്കുള്ളൂ. ബാക്കിയൊക്കെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളെ കഴിക്കുക. നമ്മളിങ്ങനെ ഇത് ആകെ 3 ദിവസത്തെ യാത്രക്കോ 10 ദിവസത്തെ യാത്രക്കോ ചെല്ലണമല്ലേ. എല്ലാവരും ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കുന്നുകൂട്ടിയിരിക്കുന്നുണ്ട്. അതിലൊരു സപ്ലയർ ഇങ്ങനെ ചോദിച്ചു, ഹൂ ഈസ് ലീഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആരാ ലീഡർ എന്ന്. സത്യത്തിൽ സാദിഖ് അലി തങ്ങളാണ് അതിൻ്റെ ലീഡർ എങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായതുകൊണ്ട് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താരോ എൻ്റെ അടുത്ത് വന്നിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, ഏത് പട്ടിണി രാജ്യത്ത് നിങ്ങൾ വരുന്നത് എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചോറ് തിന്നുന്ന ഏക ടീമാണ് നമ്മൾ. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ. എന്ന് വെച്ചാൽ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചെറിയ മക്കൾ രാവിലെ എഴുന്നേറ്റ് വരികയാണ്. 7 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് അവർ വരുന്നത്. 7 മണിക്കൂർ കിടന്നുറങ്ങി വരുമ്പോൾ അവരുടെ കിഡ്നി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വെള്ളം എന്ന് പറയുന്ന കിഡ്നിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്നത് കട്ടൻ ചായ. പഴയ ഉമ്മമാര് പറയാറുണ്ട്, എന്തിനാ പച്ചവെള്ളം ഇങ്ങനെ കുടിക്കണ, ചായ കുടിച്ചു വെക്കാന്ന്. എത്ര തെറ്റാ പറഞ്ഞെന്നറിയോ? പച്ചവെള്ളമാ കുടിക്കേണ്ടത്, നേരെ ചായയല്ല കുടിക്കേണ്ടത്. അതുകൊണ്ട് വെള്ളം പോലും കൊടുക്കാൻ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കളാണ് നമ്മൾ. നമ്മുടെ കൊച്ചുകുട്ടികളുടെ കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾ മിക്കവാറും ഇന്നത്തെ കാലഘട്ടത്തിൽ AC-യിലായിരിക്കും കിടന്നുറങ്ങുന്നത്. AC-യിൽ കിടന്നുറങ്ങുമ്പോൾ ബാഷ്പീകരണം കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ AC-യിൽ കിടന്നുറങ്ങിയിട്ട് തൻ്റെ കിഡ്നി ഇങ്ങനെ വല്ലാണ്ട് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ കുട്ടികൾക്കതറിയില്ല. കുട്ടികൾക്ക് രാവിലെ വെള്ളം കുടിക്കാൻ അറിഞ്ഞുകൂടെ. ഇരിക്കുന്ന എല്ലാവരും രാവിലെ ആദ്യം കുടിക്കേണ്ടത് വെള്ളമാണ്. കാരണം ശരീരം ആവശ്യപ്പെടുന്നത് വെള്ളമാണ്. ആ വെള്ളം പോലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ഓരോ മാതാപിതാക്കളും ഉള്ളത്. ഇത്രത്തോളം അശ്രദ്ധമായി ജീവിക്കുന്നവരാണ് നമ്മൾ. അവിടെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് അല്ലെങ്കിൽ വഴക്ക് പറയുകയാണ് എന്ന് തോന്നരുത്. നമ്മുടെ മക്കൾക്ക് കെടുതികൾ വരാതിരിക്കാൻ ഇതൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ വിധിവൈപരീത്യം കൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്ദീർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അസുഖങ്ങൾ വരാം. അതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ വിധികൾ 2 എണ്ണമാണ്. വിധികൾ എവിടെയും നമ്മൾ ചർച്ച ചെയ്യാറില്ല. പക്ഷെ ചർച്ച ചെയ്യാതെ ഇനി നിവൃത്തിയുമില്ല. വിധി 2 എണ്ണമാണ്. ചില കുട്ടികൾക്ക് തോന്നാറുണ്ട്, വിധി എന്ന് പറഞ്ഞിട്ട് പടച്ചോനെല്ലാം വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ഇത് ചെയ്യുന്നത് എന്ന് ക്യാമ്പസിലെ കുട്ടികൾ ചോദിക്കാറുണ്ട്. ഒരുപാട് ക്യാമ്പസിലെ കുട്ടികളുടെ ചോദ്യം അതാണ്. എന്ന് വെച്ചാൽ പടച്ചോനൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനപ്പതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന കുട്ടികളുടെ എണ്ണം പെരുകി വരികയാണ്. അവരോട് കൂടിയുള്ള മറുപടിയാണ് വിധി 2 എണ്ണമാണ്. ഒന്ന് ഇന്തിഖാബ് അല്ലെങ്കിൽ ഇഖ്തിയാർ, നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന വിധി. മറ്റൊന്ന് മജ്ബൂർ അഥവാ നിർബന്ധമായി നമ്മളിലേക്ക് വരുന്ന വിധി. ഇവിടെ ഈ ഷാദി മഹൽ, ഷാദി എന്ന് പറഞ്ഞാൽ വിവാഹം എന്നാണ് അർത്ഥം. ഷാദി മഹൽ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ മണ്ഡലം എന്നാണ് അതിന്റെ അർത്ഥം. ഷാദി മഹലിൽ നമ്മൾ കയറുമ്പോൾ ഈ ഷാദി മഹൽ എന്ന് പറയുന്ന ഇതിന്റെ മുകളിലേക്ക് കയറിയിട്ട് താഴോട്ട് ചാടിയിട്ട് ഇത് പടച്ചോന്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിക്കില്ല. കാരണം അത് സൂയിസൈഡാണ്, അത് ആത്മഹത്യയാണ്. ആ ആത്മഹത്യക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് കുറ്റമുണ്ട്, ആ ആത്മഹത്യക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് ചാടാൻ പടച്ചോൻ നമ്മളോട് പറഞ്ഞിട്ടില്ല.
ആ വിധി നമ്മളായിട്ട് തെരഞ്ഞെടുത്ത വിധിയാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ട് പോകുന്ന പയ്യൻ ആലോചിക്കേണ്ടതുണ്ട്, അവനവൻ കൊണ്ടു നടക്കുന്ന വിധിയാണ്. നമ്മുടെ നാടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പാവം പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച ഭർത്താവിന്റെ ബൈക്കിലിരുന്നതാണ്. അവനാകട്ടെ ഏറ്റവും സ്ട്രോങ് പറക്കലിന്റെ ആളാണ്. ആ പറക്കൽ ഇങ്ങനെ പറന്നപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു, ഒന്ന് പതുക്കെ വിടുക, ഒന്ന് പതുക്കെ വിട്, എനിക്ക് പേടിയാകുന്നു. ആ കുട്ടി ആർത്താർത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ പയ്യന് പറയുന്നതിനനുസരിച്ച് സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇത് അള്ളാഹുവിന്റെ വിധി എന്ന് പറയല്ലേ, ഇത് നമ്മളായിട്ട് കൊണ്ടുവരുന്ന വിധിയാണ്. ഇവൻ അങ്ങനെ സ്പീഡ് കൂട്ടി അവസാനം നിയന്ത്രണം വിട്ട പെൺകുട്ടി വീണു. ഉടനെ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു. ആദവനാടിന്റെ അപ്പുറത്താണ് ഇത് നടന്നത് എങ്കിൽ ഈ ഓരോ കുട്ടികളും കാട്ടിക്കൂടുന്ന പേക്കൂത്തിന് ഇത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് പഴിചാരരുത്. നമ്മൾ നമുക്കായി വരുത്തിവരിച്ച ചില വിധികളുടെ പേരാണ് ഇത് എന്നതാണ്. അതുകൊണ്ട് ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കിഡ്നി രോഗം വന്നിട്ട് എന്താ ഇതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കെടുതികൾ ചെയ്തത് കൊണ്ടാണ്. കുട്ടിക്കൊരു ചെറിയ പനി വരുമ്പോഴേക്ക് ഡോക്ടറെ കാണിക്കാതെ നേരെ പാരസിറ്റാമോളും എഫീമോളും ഫെബ്രക്സ്പ്ലക്സും ആക്ടിഫുഡും ഒക്കെ അടിച്ചുവിട്ട് അതിന്റെ കെടുതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാതെ എവിടുന്നൊക്കെയോ മരുന്ന് വാങ്ങിയിട്ട് 500 mg ഈ കുട്ടിക്ക് ആകെ ചിലപ്പോ ആകെ 200 mg 250 mg പാടുള്ളൂ ആയിരിക്കും അവന്റെ കിഡ്നിക്ക്. 500 mg മരുന്നെടുത്തിട്ട് 2-3 തവണ ഉമ്മാക്ക് സ്വയം ഇഷ്ടപ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് ബാധിക്കുന്നു എന്നതാണ്. അത് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വിധി എന്ന് പറയല്ലേ, നിങ്ങളായിട്ടുണ്ടാക്കിയ വിധിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ സമയത്തും നമ്മുടെ കുട്ടികളെ വളരെ ശാന്തമായി വളർത്തുകയും നല്ല ശക്തമായി പുലർത്തുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് വളർത്തുകയും ചെയ്യുക എന്നതാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ലക്ഷ്യം അതാണ്. കാരണം നമുക്ക് 4 ബിൽഡിംഗ് ഉണ്ട് എന്നതല്ല കാര്യം. നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളാണ് എല്ലാ ബിൽഡിങ്ങിനേക്കാളും വലിയ സമ്പത്ത്. നമുക്ക് 40 ഏക്കർ പറമ്പുണ്ട് എന്നതല്ല നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഓരോ മക്കളുമാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നിതാന്തമായി വളർത്തിക്കൊണ്ടുവരിക. ലുക്ക് ആഫ്റ്ററിങ് എന്നാണ് സത്യത്തിൽ ഇംഗ്ലീഷിൽ പരിപാലനത്തിന് പറയുക. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും നോക്കി പരിപാലിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. പരിപാലനം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ കുട്ടികളുടെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിപാലിക്കണം, ആ കുട്ടിയുടെ ആദ്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അവന്റെ സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. ഇത് മാതാപിതാക്കളാ പഠിപ്പിക്കേണ്ടത്. ഉസ്താദുമാർ 1 മണിക്കൂർ മാത്രമാണ് മദ്രസയിലുള്ളത്. ആ 1 മണിക്കൂർ തന്നെ കുട്ടി എത്തുന്നത് ചിലപ്പോൾ ആ അരമണിക്കൂറും കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങോട്ട് പോണ കുട്ടിയാണ് പിന്നെ അരമണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഉസ്താദുമാർ ഈ ചെറിയ സമയം കൊണ്ട് എന്താ പഠിപ്പിച്ചു കൊടുക്കുക? അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കാണ്. നമ്മുടെ കുട്ടികൾക്ക് മതപരമായ മൂല്യം കൊടുക്കുക എന്നത്, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനുള്ള മൂല്യം. നമ്മളെ കുട്ടികൾ ഒരു പക്ഷേ അപ്പുറത്തുള്ള ശിവേട്ടനെ ശിവ എന്ന് വിളിക്കുന്നുണ്ടാകും, അപ്പുറത്തുള്ള വിജയേട്ടനെ വിജയ എന്ന് വിളിക്കുന്നുണ്ടാകും. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. മോനെ, വലിയവരെ ബഹുമാനിക്കുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ ഇന്ന വലിയവർ എന്ന് പറഞ്ഞിട്ടില്ല, മുസ്ലിമീങ്ങളായ വലിയവർ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെക്കാൾ മൂത്തവരെ അഭിസംബോധന ചെയ്യേണ്ടത് ഇങ്ങനെയല്ലെന്ന് പഠിപ്പിക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ്. അഥവാ ശിവൻ എന്ന് പറയുന്ന ആൾക്കൊരു പക്ഷേ 40-50 വയസ്സായിട്ടുണ്ടാകും. എന്നിട്ട് 13 വയസ്സായ കുട്ടിയാ പറഞ്ഞത് ശിവ എവിടുന്നാ വരുന്നത് എന്ന്. ഇത് അസംബദ്ധമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വലിയവരെ സ്നേഹിക്കണം, ചെറിയവരെ സ്നേഹിക്കണം, വലിയവരെ ബഹുമാനിക്കണം, ഉലമാക്കളെ ആദരിക്കണം എന്നാണ്. ഉലമാക്കളെ ആദരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആലിമീന ഹക്കായ ഉലമാക്കളെ നിങ്ങൾ ആദരിക്കണമെന്നാണ്. മറ്റു 2 സ്ഥലത്തും ഒരിക്കലും എന്തായിട്ടില്ല, നമുക്ക് കണ്ടീഷൻ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് വയസ്സ് മൂത്തവരെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന മൂല്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ്. ഇതൊരിക്കലും സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടില്ല. സ്കൂളിലെ കെമിസ്ട്രിയിൽ ഒരു നിശ്ചിത മാസ് ഇന്ധനം വായുവിൽ കത്തുന്നതിന്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്തമാറ്റിക്സിൽ ടാനും കോസും തീറ്റയും മെട്രിക്കുലേഷനുമാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ LCM, ലസാഗു ഉസാഗ, അതാണ് നമ്മൾ പണ്ട് പറയാം, അതാണ് ഇവർ പറയുന്ന LCM, ഇതാണ് പഠിപ്പിക്കുന്നത്. ഇനി ഇംഗ്ലീഷിലേക്ക് പോയാൽ പോലും എന്താ കുറെ ഫിക്ഷൻസാ പഠിപ്പിക്കുന്നത്, പിന്നെ കുറെ ഗ്രാമറുമാണ് പഠിപ്പിക്കുന്നത്. ഒരു ഗസ്റ്റ് വീട്ടിലെത്തിയാൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് ഇന്നേ വരെ നമ്മുടെ സിലബസിലില്ല. ഞാൻ സിലബസിനെ കുറ്റപ്പെടുത്തുകയല്ല, അതിന്റെ കുറവുകൾ ഉണർത്തുകയാണ്.